ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളെ പെര ഒരു ചെറിയ പെരയാണ്. അതിൽ റാക്കും കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്നില്ലേ, കുറച്ച് സ്റ്റോറേജ് ബോക്സുകളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്ലീനിങ് ആണ്, അപ്പം എന്നാൽ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കണ ബോക്സുകളും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇതൊരു വർഷത്തോളമായി ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് മക്കളെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണതാണ്. അപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ആയിണ്. അപ്പം ഇതൊക്കെ ഞാൻ ഓല കൊണ്ട് തന്നെയാണ് തുടപ്പിച്ച് ശരിയാക്കൽ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് തന്നെ ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ ഓല കണ്ടാൽ യൂട്യൂബിനൊരു ഇടങ്ങേറ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഓലൊന്നും ക്ലീൻ ചെയ്യാനാക്കിയിട്ടില്ല. ഞാൻ തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാ ഇതിങ്ങനെ ബോക്സ് ഓരോന്നോരോന്ന് ഇതിൻ്റെ കജ്ജും കാലൊക്കെ അടർത്തി എടുക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ അതിന് നിൽക്കണില്ല കേട്ടോ. ഇതിങ്ങനെ ഓരോന്ന് അടർത്തി എടുത്താലേ നല്ല പണിയാണ് പിന്നെ തിരിച്ചു വെക്കാൻ. അപ്പം ഞാനത് എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് പൊടി ഒന്ന് നനച്ച് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നനച്ച് തുടക്കലൊക്കെ കഴിഞ്ഞേക്കണ്. ഇതൊരു 4 തട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പല റേറ്റിനുള്ളതും ഉണ്ട്, പല പല തട്ടുള്ളതും ഉണ്ട്. 2 തട്ടും 3 തട്ടും ഒക്കെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു വർഷം മുമ്പ് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയ സമയത്ത് 800 സംതിങ് കഴിഞ്ഞിട്ട് രൂപ. പക്ഷേ ഇപ്പോൾ അതിന് 500 ചില്ലറ ഉള്ളൂ പൈസ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മക്കളൊക്കെ വലിച്ചിട്ടിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടും അതിനൊന്നും ഇതുവരെ ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഞാൻ തുടച്ചെടുത്തിട്ട് അതിനുള്ള സാധനങ്ങൾ അതേപോലെ തിരിച്ചെടുത്ത് വെച്ചിട്ട് ഇനി അത് നമുക്ക് ഇതേപോലെ വല്ലൊന്ന് ജസ്റ്റ് ഉന്തി എവിടെ മണ്ടി വെച്ചെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കാം. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ എടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റോറേജ് ബോക്സ് തുടച്ച് വൃത്തിയാക്കി വേണം. ഇനി വല്ല ഫ്ലവർ വേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. അപ്പം നമ്മളിപ്പോൾ അവിടെ അജുവിൻ്റെ മദ്രസത്തെ ബുക്കുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കള്ളിയിൽ അജുവിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, അപ്പോൾ രണ്ടാമത്തെ കള്ളിയിൽ അജുവിൻ്റെ സ്കൂളത്തെ ബുക്കുകളും മദ്രസത്തെ ബുക്കുകളൊക്കെയാണ് കേട്ടോ. ടൈം ടേബിൾ നോക്കിയിട്ടേ ബാക്കിയുള്ള ബാലൻസ് എന്ന ബുക്കുകൾ ഉണ്ടാവില്ലേ, അതിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് നിയമോളെ തട്ടാണ്. ഓൾതും ഇതേപോലെ തന്നെ ടൈം ടേബിൾ വന്നിട്ട് ബാക്കിയുള്ള ബുക്കുകളും റഫ് ബുക്കുകളും അങ്ങനെയുള്ള കച്ചറ സാധനങ്ങളൊക്കെ ഉള്ളത് അതിലാണ് കേട്ടുണ്ടാവുക. പിന്നെ അടിയത്തെ തട്ട് ഇൻ്റെതാണ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇടാനാണ്. അതിലൊരു ഇസ്തിരിപ്പെട്ടിയും പിന്നെ ബാക്കി നിയമോളതൊക്കെ തന്നെയാണ് കേട്ടോ. നിയമോള് ഹെയർ ബാൻഡും തൊപ്പിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അന്ന് ഈ ബോക്സിന് 800 രൂപ കൊടുത്തപ്പോൾ പലരും പറഞ്ഞു അത്രയും വില കൊടുത്തൊക്കെ ഇത് വാങ്ങേണ്ട ആവശ്യം ഉണ്ടേനോ എന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ മക്കളെ പരിക്കുമ്പോഴൊക്കെ അത് നിൽക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഒരു വർഷത്തിലധികമായിട്ട് ഇപ്പോഴും വലിയ പ്രശ്നമൊന്നും ഇല്ലേനോ കേട്ടോ. അപ്പം രണ്ടാമതായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് നിയമോളെ വളയും മാലയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. അത് ഇതേപോലെ 3 തട്ടിലെ ബോക്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നിയമോൾ ഇടക്കിടക്ക് എന്നെ കാണാതെ എടുത്ത് വലിച്ച് താഴത്ത് കിടലുണ്ട്. കാരണം ഓളത് എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഓളെ കൈ തട്ടി താഴെ പോവും. പക്ഷെ ഇന്നേ വരെ പൊട്ട് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലെ പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് 200 രൂപ എങ്ങാണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു വർഷത്തിലധികമൊക്കെ ആയിന്. അപ്പോൾ ഇതിന് ഇതേപോലെ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റ് തിരിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചിടാനും പറ്റും. ഇതങ്ങനെ ഒറ്റപ്പാത്രമായിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചതായി അതിൻ്റെ കുടുക്കാൻ ഒരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങോട്ട് കുടുക്കി കൊടുത്താൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങൂല. നല്ല ഉഷാറായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കും. അപ്പോൾ ഇതിലാണ് ഞാൻ നിയമോളുടെ വള, മാല, മുടിമക്കുത്തി പിന്നെ കമ്മലൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യലില്ല കേട്ടോ. കമ്മലൊക്കെ കുറേ യൂസ് ചെയ്യണവർക്കൊക്കെ ഉഷാറായിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ ഓള ബണ്ണ്, ക്ലിപ്പുകൾ പിന്നെ മാല, വളയും എൻ്റെ വളയൊക്കെ ഉള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ആണ് ഐലൈനർ അങ്ങനെയുള്ളതൊക്കെ ഇതിൽ കുത്തി ഓരോ കുറച്ച് കള്ളികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഐറ്റം തിരിച്ചൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് തിരിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇതിൽ ഇത്രയൊന്നും അല്ല, ഇനി കുറേ അധികം ഉണ്ടേനു. കുറേ കോള് കേടെടുത്തി. ഇപ്പോൾ പിന്നെ ഞാൻ കുറേ ആയിട്ട് വളയും മാല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് പല കള്ളികളും കാലിയായി കിടക്കുന്നത്. അപ്പോൾ അതെൻ്റെ വളയൊക്കെ കൊള്ളു കേട്ടോ. ഇതിൻ്റെ വളയാണ്. എങ്ങോട്ടേലും പോകുമ്പോൾ മാത്രം ഇടുന്ന സ്വർണ്ണമാണ്. അധികം ഇടാൻ പറ്റില്ല, കളർ പോകണതാണ്.
അപ്പോൾ നമ്മുടെ മാലകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാലകൾ ഒരു കള്ളിയിൽ 2 3 ഒക്കെ ഇനിയും അതിൽ കുത്തിക്കൊള്ളിക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. പക്ഷേ സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ വിശാലമായിട്ട് ഓരോരുത്തർക്കായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കുടുക്കി വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ 2 സൈഡിലും അതേപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് പിന്നെ കയ്യിൽ നിന്ന് ചാടിയാലും അങ്ങനെ തിരിഞ്ഞ് എന്താ പറയുക, ഓരോ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. ഇതേപോലെ ഒരു ബോക്സ് പോലെ നമുക്ക് കയ്യിലൊക്കെ പിടിച്ചാൻ പറ്റും. അങ്ങനെ ടൈറ്റാക്കി വെച്ചാൽ ഇങ്ങനെ ചാടി വിചാരിച്ച് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊന്നും പോരില്ല. അപ്പം ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ട കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇനി അടുത്തത് വേറൊരു പിങ്ക് പാത്രം തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഓരോന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതിന് കേട്ടോ. ഇതും 1 വർഷത്തിലധികമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ വാങ്ങിയിട്ട്. കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയാണ്. ഇത് 2 സെറ്റ് ഉണ്ട് ഇനി കേട്ടോ. ഒരു സെറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഒന്ന് ചെറുത്, പിന്നെ അതിൻ്റെ വലുത് അങ്ങനെ 4 എണ്ണം കേട്ടോ. ഇത് ക്വാളിറ്റി ആയിട്ടുള്ള PP പ്ലാസ്റ്റിക് ആണ് കേട്ടോ. 5 ക്വാളിറ്റി പ്ലാസ്റ്റിക് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ അതിൻ്റെ ലിഡുകളൊക്കെ അത്യാവശ്യം എയർ ടൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്നും അങ്ങനെ ഇങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഇനി ഫ്രിഡ്ജിൽ എന്തെങ്കിലും കറികൾ സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ മീൻ മസാല വെച്ച് വെക്കാനോ അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സെറ്റ്. ഇതേപോലത്തെ ഒരു സെറ്റും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് മാത്രം കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഈ 2 സെറ്റിന് എത്രയാണ് പൈസ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതും 1 വർഷത്തിൻ്റെ അടുത്തായിട്ടോ. ഇനി നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാക്കിയതാ ഒരൊറ്റ പാത്രമാക്കിയിട്ട് നമുക്ക് ഇതേപോലെ എടുത്തേക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമതായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള പാത്രമാണ് കേട്ടോ അത്. അപ്പോൾ 4ാമതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ തുണികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സാധനം കേട്ടോ. ഇത് നമ്മുടെ സഞ്ചിയൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ സൈസ് തുണിയാണ് കേട്ടോ. പക്ഷേ ഇത് വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത് 3 എണ്ണത്തിന് 170 അത്ര എങ്ങാണ്ടാണ് ആയത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചധികമായി. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഷിബൊക്കെ കേടായിട്ടോ. 2 ഷിബ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ഷിബൊക്കെ അങ്ങനെ കേടായി. ഷിബ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടച്ചിട്ട് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പൊടികളൊന്നും ആവുമൊന്നുമില്ല. പക്ഷേ ഷിബ് പെട്ടെന്ന് കേടന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണില്ല കേട്ടോ. എനിക്കത്ര നല്ല ഒരു നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കണില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോണത് അജുവിൻ്റെ ബോക്സാണ് കേട്ടോ. അജുവിൻ്റെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഡ്രസ്സുകളും ടർക്കികളും ഒക്കെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കൊട്ട അത്യാവശ്യം അലമ്പായിക്കണ്. അത് അലമ്പാക്കിയ ആൾ ഞാൻ തന്നെയാണ് കേട്ടോ. എങ്ങോട്ടേലൊക്കെ അർജൻറ്റിൽ പോകാണ്ടാകുമ്പോൾ മണ്ടി ചെന്നിട്ട് അതിന് ആണ് വാരി എടുത്തിട്ട് മണ്ടിയത് എടുത്തിട്ടാണ് പോരലാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ദിവസങ്ങളായി അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ അതും ഞാനൊന്ന് മടക്കി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അജു അല്ല സെനു ഡെലിവറി ആവണീന് മുന്നേ എന്നെ ഡെലിവറി ആക്കി വെച്ച സാധനം കേട്ടോ. ഇതിപ്പോൾ 1 വർഷമാവാനായി. അടുത്ത മാസം വന്ന സെനുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ 1 വർഷം ആവാനായി. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നല്ല അത്യാവശ്യം വില ഉണ്ട്. 800 സംതിങ് വില ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറും ഗ്രേ കളറും അടിപൊളി എനിക്കിഷ്ടമായൊരു ബോക്സ് ഏരിയ കേട്ടോ അത്. അപ്പം നമ്മുടെ ഏലിക്കൂട്ടം വന്ന് ഇത് കറണ്ട് ഓട്ടയാക്കാൻ വേണ്ടി നോക്കി കേട്ടോ. അപ്പോൾ എത്ര ആക്കിയപ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടേനു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ഞാൻ ഉയരത്താണ് കേട്ടോ വെക്കൽ. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഓലെ കജ്ജി കിട്ടിയാൽ പിന്നെ ഇത് നമ്മുടെ ജിൻസി ഉണ്ടല്ലോ, ആ കടക്കുണ്ടല്ലോ ജനുവിന് ചെറിയ ബെഡ്. ആ ബെഡിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ പമ്പേഴ്സ് ചെയ്യുന്നു. ആ ബെഡിൻ്റെ കൂടെ ഉണ്ട് അതിനെ പമ്പേഴ്സ് ചെയ്യുന്നു കേട്ടോ. ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഈ പമ്പേഴ്സ് ഇതുവരെ ഓന് ഇടാനായിട്ടില്ല. ഓൻ ഇപ്പോഴും സ്മോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടാനാവണ വരെ ഞാനിത് ഇങ്ങനെ പാത്തിച്ച് കൊണ്ടുനടക്കലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ കൊട്ടൻ്റെ അടിയിൽ വെക്കും. അപ്പം അത് അളവ് ആ ഒരു പാകത്തിനാവുമ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കിക്കട്ടെ. ഇതൊക്കെ ഒന്ന് ടർക്കിയാണ് കേട്ടോ. ഇപ്പോൾ ടർക്കിയൊന്നും ഉപയോഗിച്ചില്ല. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒരു തൊപ്പിടാൻ പോലും അവന് അയക്കലില്ല കേട്ടോ.
അപ്പോൾ അതൊക്കെ ഞാൻ അതേപോലെ ഇങ്ങനെ മടക്കി വൃത്തിയാക്കി വെക്കണേ. ഇതും പിന്നെ ഞാൻ മുമ്പ് വാക്കറിൻ്റെയും പോട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തലമുറകളായിട്ട് ഉപയോഗിച്ച് വരുന്ന സാധനമാണ് കേട്ടോ. അജുവിന് വാങ്ങിയതേനെ കേട്ടോ ഇങ്ങനെ ഒരു മങ്കി തൊപ്പി. ഓനധികം യൂസ് ചെയ്തിട്ടില്ല. നിയമോക്കും എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടിമേലൊക്കെ പോകുമ്പോഴേ അങ്ങനെയൊക്കെ യൂസ് ചെയ്തതേനു. അപ്പോൾ അത് ഞാൻ സെനുമോനും എടുത്ത് വെച്ചിരിക്കണം. ഇനി നമ്മൾ സെനുമോൻ്റെയും കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ഒഴിവാക്കണം. അപ്പോൾ ബാക്കിയുള്ളവൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാനൊന്ന് മടക്കി വൃത്തിയാക്കി വെക്കട്ടെ. അപ്പോൾ അതാ എല്ലാം റെഡിയാക്കിക്കണം കേട്ടോ. പമ്പേഴ്സും വെച്ചിക്കണേ. പമ്പേഴ്സ് എങ്ങോട്ടേലും പോകുമ്പോൾ മാത്രമാണ് ഇടുക. അപ്പോൾ എങ്ങോട്ടേലും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ പമ്പേഴ്സും വെച്ചതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പമ്പേഴ്സ് യൂസ് ചെയ്യൽ തന്നെയല്ല, പുറത്ത് പോകുമ്പോൾ മാത്രം. പിന്നെ രാത്രിക്ക് കിടക്കുമ്പോൾ ഡയപ്പറാണ് യൂസ് ചെയ്യൽ. അപ്പം അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിലെ കൊട്ടയാണ് കേട്ടോ. അപ്പോൾ അത് നിലത്ത് വെച്ചതുകൊണ്ട് എലി വന്ന് ഒന്ന് തുരക്കാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനൊരു പ്രശ്നം. അപ്പോൾ ഇപ്പം ഞാൻ അവിടെ ഒരു കുടുക്ക വെച്ചിരിക്കണം, ഒരു വലിയ കലം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2 മാസം ഒക്കെ ആയിട്ടുണ്ടാകുള്ളൂ പുതിയതായിട്ട് വാങ്ങിയൊരു സ്റ്റോറേജ് ബോക്സ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് 3 എണ്ണം പിന്നെ സെറ്റ് ചെയ്യുന്നു. ഇതിന് എത്ര 200 സംതിങ്. ഞാൻ എല്ലാത്തിൻ്റെയും ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ ഇട്ടേക്കാം. കുറച്ച് മരുന്നും കുപ്പി അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെയാണ് 2 പിന്നെ ഒന്നിൽ എൻ്റെ കുറച്ച് ഡയറികളും കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ തൽക്കാലികം അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ ടവലോ ഇന്നർ വെയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ മടക്കി വെക്കാനും ഒക്കെ പറ്റും. നമ്മളുടേതായിട്ടുള്ള ഐഡിയകൾക്ക് അനുസരിച്ചൊക്കെ ഓരോന്ന് ഇതാക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇനി കേട്ടോ. അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്, ഇത് നമ്മളെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇത് ഞാൻ അയൽവാസിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തത് ഇനി കേട്ടോ. അപ്പോൾ ഇതും ഒരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ്. കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നത്. ആളും ഇതേപോലെ മരുന്നുകളും പിന്നെ ആള് ടൈലറിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷിബ് നൂല് അങ്ങനെയുള്ള സാധനങ്ങൾ ലേസുകൾ അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ട് ഉള്ള ഇതാ 3 നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ ആയിട്ട് ഇതാ ഇങ്ങനെ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത ചെറിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൂടാണ് ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സ്. അപ്പം അത് ആണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കൂട്ടത്തിൽ അങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മീഷോന്ന് ഫസ്റ്റിൽ കണ്ട സാധനം ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ബാക്കിയൊക്കെ മീഷോന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ക്വാളിറ്റീൻ്റെ കാര്യങ്ങളും. പിന്നെ എനിക്ക് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാരി ബാഗ് പോലത്തെ സാധനം അത് മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര വലിയ ക്വാളിറ്റി ഇല്ലാതെ തോന്നിയ സാധനം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ബോക്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മളെ വീട്ടിൽ ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം. ഈ ഒരു പെട്ടികളൊന്നും ഒക്കെ ഒരു ഒറ്റയടിക്ക് വാങ്ങിയതൊന്നും അല്ല കേട്ടോ. ഞാൻ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് പൈസ ഇങ്ങനെ കുഞ്ഞുട്ടിനെ സോപ്പിട്ട് പൈസ കിട്ടുന്ന സമയത്ത് ഓർഡർ ചെയ്ത് അങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിയെടുക്കണതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ നമ്മളെ വീട്ടിലേക്ക് ഓരോ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പാത്രങ്ങളായാലും ഒന്നും ഒറ്റയടിക്ക് വാങ്ങിയതല്ല. അപ്പോഴിപ്പോഴൊക്കെ ചിലപ്പോൾ ഒരു 200 രൂപ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു സാധനങ്ങൾ വാങ്ങും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അയച്ചു വരണ്ടേ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.